വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്നും ഒരു കോട്ടന്റെ ഓഫർ ആണ് കേട്ടോ. ഇന്ന് കോട്ടന്റെ ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം അല്ലാതെ ഈ മെറ്റീരിയൽസ് ഒക്കെ കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് വീഡിയോയിലാണ് കോട്ടൺ ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസസ് ചോദിക്കുമ്പോൾ എല്ലാം ഇതുപോലെ അയച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു വീഡിയോയിൽ എല്ലാം ആഡ് ചെയ്യാൻ നോക്കാം. കോട്ടന്റെ തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ചെയ്തേക്കുന്ന എല്ലാം ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ഈ വേറെ ഇട്ടേക്കുന്ന ജാംദാനിയുടെ തന്നെ ഇന്നലെ ഇട്ടതാണ്. നല്ല അടിപൊളി മെറ്റീരിയലാണ്. പക്ഷെ കാണുമ്പോൾ തന്നെ ഈ ഒരു മെറ്റീരിയലിൽ തന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേ മെറൂണിന്റെയും എല്ലാം കൂടെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്. എക്സാക്ട് കളർ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പല സ്ഥലത്ത് നിന്ന് വീഡിയോ പിടിച്ചു നോക്കി. ഇപ്പൊ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ്. അപ്പൊ ഇതിന്റെ ബ്ലൂ ഓൾമോസ്റ്റ് നമുക്ക് ബുക്കിംഗ് ആയി. അപ്പൊ ഈ ഒരു കളർ ഇന്നത്തേക്ക് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തേക്ക് എല്ലാം ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ്. അതുപോലെ അജ്രക്കിന്റെ എല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് ഇൻഡിഗോ ഇത് കളർ ബീഡ് ഉണ്ടാവും, സെപ്പറേറ്റ് വാഷ് ചെയ്യണം. പക്ഷെ പ്യുവർ ഫാബ്രിക് ആണ് എന്ന് വെച്ചാൽ നാച്ചുറൽ ഇതേപോലെ ചെയ്യുന്ന ഫാബ്രിക് ആണ്. ഇത് എ ലൈൻ പാറ്റേണിൽ ഇതേപോലെ ഒരു ക്ലോസ് നെക്ക് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ബാക്ക് സൈഡ് ഈ ഒരു പ്ലെയിൻ തന്നെ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു പാറ്റേണിലേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതും നമ്മൾ ലേറ്റസ്റ്റ് വീഡിയോയിലാണ്. ഇതൊരു സെമി ലിനൻ പോലത്തെ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മെറ്റീരിയൽ. കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ്. ഒണിയൻ ഷെയ്ഡിലേക്കാണ് ഇൻവേർട്ടഡ് പ്ലേറ്റ് വെച്ചിട്ട് വി നെക്ക് വെച്ചിട്ട് ഇതേപോലെ ബാക്ക് സൈഡ് ഈ ഒരു ഷെയ്ഡ് ഇതുപോലെ. ഇതിന്റെ തന്നെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് നമുക്ക്. ഇത് പീച്ച് ഷെയ്ഡിലേക്കാണ് കേട്ടോ. അപ്പൊ ചെയ്തേക്കുന്നത്. അപ്പൊ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട്. ഓക്കെ, പിന്നെ ഇതിന് 2 കളേഴ്സ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു പീസ് ഇതേപോലെ ഇത് ബ്ലാക്ക്, ഇതും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ഇതുപോലെ നല്ലൊരു ഫ്രോക്ക് പോലെ വെയർ ചെയ്യാം. ബോട്ട് നെക്ക് ക്ലോസ് നെക്ക് ആയിട്ട് വി കട്ടിങ് കൊടുത്തിട്ട് ഇതേപോലെ നെക്കിന്റെ ക്ലോസ് വ്യൂ ഇതാണ് കേട്ടോ. കാണില്ല ബ്ലാക്ക് ആയതുകൊണ്ട്. അപ്പം ഇതും ഇന്നത്തേക്ക് മാത്രം ഫ്രീ ഷിപ്പിംഗ് ആയിട്ട്. പിന്നെ ഈ അജ്രക്കിന്റെ നമുക്ക് അജ്രക് ഹക്കോബയാണ് ഇത് വരുന്നത്. അപ്പം ഇത് എന്താ പറയാ, നല്ല നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം അജ്രക്കാണ് ഏറ്റവും ടോപ്പ് ഇപ്പൊ കോട്ടണിൽ വരുന്നത്. അതുപോലെ തന്നെ ഹക്കോബയും കൂടി വരുമ്പോൾ അത് നല്ല ക്ലാസ് ലുക്കാണ്. അപ്പൊ ഇത് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ചെറിയ ഒരു ലോട്ടസിന്റെ ഡിസൈൻ വന്നിട്ട് യോക്കിലോട്ട് ഇതേപോലെ ഡാർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സെക്കൻഡ് ഈ ഒരു പ്രിന്റ് ഇത് ഓക്കെ. ഇതിന്റെ യോക്കിലെ മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. ഞാനിപ്പോ നോക്കുമ്പോൾ എല്ലാം കോമൺ. ഇതുപോലെ യോക്കിലെ പ്രിന്റില് ഡിഫറെന്റ് ഉണ്ട്. ഇതിന് ലോട്ടസ് വെച്ചേക്കുന്നത്, ഇതിനെ തിരിച്ച്. അപ്പൊ അങ്ങനെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ എല്ലാം കാണിച്ചു തരാം. ഇതൊന്ന് ഇതിന് ലോട്ടസ് വെച്ചേക്കുന്നത് ഇതാണ്. താഴോട്ട് ഫുൾ ലോട്ടസ് വന്നിട്ട് ഇതിലെ നെക്കിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇതൊരു പ്രിന്റ്. വൺ സൈഡ് ഇതുപോലെ ലേസ് ഒക്കെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 3 പീസ് സെറ്റ് ആണ് കേട്ടോ. ഇതുപോലെ നല്ല പിന്നെ ബാക്ക് സൈഡ് പ്ലെയിൻ നെറ്റ് കോട്ടയാണ്. ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത് ഇതേപോലെ. അപ്പം ഇത് 3 മിഡിൽ പീസ് വെച്ച് നമുക്കൊരു ഫ്രോക്ക് പോലെ നല്ലതായിട്ട് വെയർ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഇതുപോലെയുണ്ട് ഈ ഒരു പാറ്റേൺ. അപ്പം ഇത്രയും നമുക്കിപ്പം കോട്ടണിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇതുപോലെ ഇതും അജ്രക്കിന്റെ ഈ ഒരു ടോപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചായിരുന്നു. ഇതുപോലെ കാരണം ഇത് ഷിപ്പിങ്ങോട് കൂടി ബുക്ക് ചെയ്തവരുണ്ട്, അതുകൊണ്ടാണ്. ഇതൊരു പീസ് വി കോളർ പാറ്റേണിലോട്ട്. പിന്നെ ഈ ഒരു പ്രിന്റ് വരുന്നത് ഇതൊക്കെ നല്ല റെയർ ഷെയ്ഡാണ്. അജ്രക്കിൽ എപ്പോഴും ബ്ലാക്കും മെറൂണും അല്ലേ വരുന്നത്. ഇത് നല്ലൊരു റെഡിഷ് മെറൂണിലേക്ക് വരുന്ന ഒരു കളറാണ്. തിക്നെസ്സും കുറഞ്ഞ അജ്രക്കാണ്. ഇത് ലീഫിന്റെ പാറ്റേൺ ഇത്രയും. അപ്പം ഇത്രയും പ്രിന്റ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള നമുക്ക് ഇന്നത്തെ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 4 ഡേയ്സിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. റെഡി പീസ് ഉണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്യും. അതല്ലെങ്കിൽ ഒരു 4-5 ഡേയ്സിൽ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.